ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ടൊക്കെ പോവാൻ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് രണ്ട് ഹീറോ ആണ്, ഒരു ഹീറോയിൻ. നമുക്ക് സ്റ്റോറി പോവാം. ജിമ്മിൻ പോലീസാണ്, നമ്മൾ ജംഗുക്ക് പ്രൊഫസറാണ്. നമുക്ക് സ്റ്റോറി പോയിട്ട് നോക്കാം. ആ ഈ പ്രിയ, എന്താ അമ്മ? എടീ കോളേജിൽ പോകണ്ടേ? ലേറ്റായി എന്ന് പറയായിരുന്നു അമ്മ. ലേറ്റായിട്ടമ്മ, 5 മണി അത്ര പ്രശ്നമില്ല അമ്മ എന്ന് പറയായിരുന്നു. എടി പ്രിയ, എണീ. അയ്യോ, അമ്മയുടെ ടോർച്ച് പോയി കുടി. ഇനി പ്രിയ റെഡിയായി. ശരി അമ്മ, ഞാൻ റെഡി എന്ന് പറഞ്ഞ് എല്ലാം റെഡിയായി. 6 മണി അമ്മ, ലേറ്റായി, ഞാൻ പോവാം. 6 മണി എത്ര റെഡി അമ്മ? ഈ വീട്ടിൽ ജോലി എന്നോട് ടോർച്ചർ ചെയ്യരുത്, ഞാൻ പോവാം എന്ന് പറഞ്ഞ് നമ്മളെ കഥനാക്കി പ്രിയ ഓടിപ്പോയായിരുന്നു. ഫ്രണ്ട് കോൾ ചെയ്ത്, എവിടെ തന്നെ ഇട്ടില്ലടി മച്ചി, ഞാൻ വന്നുടി, നീ വീട്ടിലേക്ക് വാ എന്ന് പറയുന്നു. എടി ഇനി വന്നു, എവിടുന്ന് വന്നാ മച്ചി പറഞ്ഞേക്കു, ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വന്നു, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടടി എന്ന് പറഞ്ഞ ഹീറോ പറയായിരുന്നു. ശരി, അവിടെ വന്നു. അങ്ങനെ സ്കൂട്ടറിൽ രണ്ടുപേരും ഡ്രൈവിങ് ചെയ്ത് പോകുന്നായിരുന്നു. അവിടെ ബസ് സ്റ്റോപ്പായിരുന്നു. 6 മണിയായി മച്ചി. എന്തടി പറയണ എടി, 6:10 ഇപ്പം എന്താ ട്രാഫിക് ജാം എന്ന് പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. അതെടി ട്രാഫിക് ജാം എന്ന് പറഞ്ഞ് 7 മണിയായി. അയ്യോ മച്ചി, ഇത്ര നേരമുണ്ട്. അതിന് പോലീസ് വന്നായിരുന്നു. പോലീസ് അതിൽ ജിമ്മിൻ സ്റ്റൈലായിട്ട് മാസ്ക് ഇട്ടിടായിരുന്നു. ജിമ്മിന് മാസ്ക് ഊറിയായിരുന്നു. ജിമ്മിനെ മാസ്ക് ഊറിയിട്ട് ഹീറോ ഫ്ലാറ്റായി മച്ച് ഹാൻസം ആയിട്ടുണ്ട്. ജിമ്മിൻ്റെ ഫോട്ടോ എടുത്ത് 1 5 4 5 ഫോട്ടോ എടുത്ത്, വാ ഹാൻസം ആയിട്ടുണ്ടടി എന്ന് പറഞ്ഞ ഹീറോ ജൊല്ലുവിടായിരുന്നു. ഇത് കേട്ട ഹീറോയുടെ ഫ്രണ്ട്, ജൊല്ലുവിടുന്നതാ എന്ന് പറഞ്ഞ് അങ്ങനെ ജിമ്മിന് ഇങ്ങനെ പറയായിരുന്നു. ജിമ്മിന് ഫോട്ടോ എടുത്ത് ജിമ്മിൻ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ വണ്ടി പോകുമ്പോൾ ജിമ്മിൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയിനെ നോക്കിയായിരുന്നു ജിമ്മിൻ. കണ്ട കഥ, എടി എന്നെ നോക്കിയടി മച്ചി, എന്നെ നോക്കി എന്ന് പറയുന്നു. എടി അങ്ങനെയായിട്ട് വണ്ടി മാറിക്കോ. അങ്ങനെ മാറി അങ്ങനെ ക്രിമിനൽസ് അതൊരു റൗഡിയായിരുന്നു. ആ റൗഡീനെ എടുത്തുകൊണ്ട് ജിമ്മിന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയായിരുന്നു. പിന്നെ ഒന്ന് സൈറ്റ് അടിക്കുക. അങ്ങനെ വണ്ടി കോളേജിൽ ലേറ്റായി എന്ന് പറഞ്ഞ് മച്ചി മണി 7:40 അങ്ങനെ പറഞ്ഞ് ഹീറോ പറയായിരുന്നു. ശരിയടി എന്നെ വണ്ടി എടുത്തോണ്ട് അകത്ത് വന്നു. കോളേജിൻ്റെ അകത്ത് പോയിരുന്നായിരുന്നു. അങ്ങനെ കുറച്ച് ടയർ കഴിഞ്ഞിട്ട് പ്രൊഫസർ ചങ്കുക്ക് ക്ലാസ് വരായിരുന്നു. ചങ്കുക്ക്, ഐ എം ജങ്കുക്ക്, ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറാണ്. ചങ്കുക്ക് എൻട്രി ചങ്കുക്ക് പറയായിരുന്നു. ഹീറോ ഈ ചങ്കുക്കിന് വേണ്ടി മൊത്തം ഫ്ലാറ്റായിരുന്നു. ബുക്കിങ് സ്റ്റൈലൈസ് ഇങ്ങനെ നടന്ന് ആൻസറുമായി ബുക്കിനെ കറക്കി കൊണ്ടിരുന്നായിരുന്നു. ഞങ്ങൾക്ക് ഹീറോ ഫ്ലാറ്റായിരുന്നു. ജങ്കുക്ക് ഇങ്ങനെയായിട്ട് പേരൊരു പറയുന്നു. സജ്ജരിക്കായിരുന്നു എൻ്റെ പേര്. ചങ്കുക്ക് എപ്പോഴും ഹീറോ ഫോട്ടോ എടുത്തായിരുന്നു. വേഗം മറച്ചു വെച്ച് സൗണ്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ചങ്കുക്ക് ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ പേര് പറയായിരുന്നു. ഓരോന്നാൾ പേര് പറഞ്ഞു. അങ്ങനെ ഹീറോയെ പേര് പറഞ്ഞായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. അങ്ങനെ ക്ലാസ് ഇരുന്നു അവന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് എടുക്കാറിറങ്ങിയാണ്. ഹീറോ ചങ്കുക്ക് സൈറ്റ് അടിക്കാറുണ്ട്. ചങ്കുക്കന് വെച്ച് കണ്ണടക്കാതെ സൈറ്റ് അടിക്കാറ്. ചങ്കുക്ക് ഇത് ശ്രദ്ധിക്കായിരുന്നു. ക്ലാസ് നോക്കും എന്ന് ചങ്കുക്ക് പറയായിരുന്നു. ഇത് കേട്ട ഹീറോ, സാർ നോക്കിയല്ലോ എന്ന് പറഞ്ഞ ഹീറോ ചങ്കുക്കിനെ വെച്ച് സൈറ്റ് അടിക്കാം. അതെ, വെളിയിൽ വന്ന ജിമ്മിൻ സെറ്റ് രണ്ടുപേരും വെച്ച് കണ്ണെടുക്കാതെ സൈറ്റ് അടിക്കായിരുന്നു. രണ്ടുപേരെ കണ്ടായിരുന്നു. രണ്ടുപേരും ഹീറോയിനെ നോക്കിയായിരുന്നു. എപ്പോൾ വന്ന അങ്ങനെ ചങ്കുക്കിന് ജിമ്മിന് ഹീറോ എവിടെ പോയാൽ രണ്ടുപേരെ കാണാൻ പറ്റും. അതെ, ഷോപ്പിങ്ങിന് വീട്ടിലാകുമ്പോൾ ജിമ്മിനെ കാണാം. കോളേജിൽ ചങ്കുക്കിനെയാണ്. ഹീറോയ്ക്ക് ലവ് പറഞ്ഞു. ഫ്രണ്ടിനോട് പറയുന്നു, മച്ചി ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ പോവാ എന്ന് ഹീറോയി പറയണ. ഇത് കേട്ടോ ഹീറോയുടെ ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. ആരക്കടി ചങ്കുക്ക് പ്രൊപ്പോസ് തീർക്കാം? എടീ ഞങ്ങൾക്ക് 2 വീട് പിടിച്ചിന് എന്ന് ഹീറോയി പറയുന്നു. ഇല്ലടി, ആരൊരാളെ അക്സസ് ചെയ്ത് ഓക്കെടി, എനിക്ക് ഹൗൺസ് ഓടിയൂ. ശരി, ഇവർ 2 പേരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. 2 പേരും ഓക്കെ നല്ലുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി പറയുന്നു. ഇതേട്ടെ ഹേടി, അങ്ങനൊന്നും നടക്കല്ല, എനിക്ക് 2 പേരും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പറഞ്ഞ ഹീറോയില്. അങ്ങനെ ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു. പറഞ്ഞിക്ക് പ്രിയ, നമുക്ക് വെളിയിൽ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഒരു ഫങ്ഷനാണ് എന്ന് പറയായിരുന്നു. ഫങ്ഷനാ എൻ്റെ മമ്മി? ഞാനായിട്ട് ഹീറോയി പറയായിരുന്നു. അമ്മ പറയായിരുന്നു, എടി അമ്മ കോളേജ് ലീവ് കിടത്തുണ്ടായിരുന്നു. ഇനി മാരേജ് ഫങ്ഷനാണ്, ഞാനും പോവാ, നീയും കൂടെ വാ എന്ന് പറയായിരുന്നു. ഇത് കേട്ട് പ്രിയക്ക് മാരേജ് ആണോ, ഞാനും കൂടെ വരാം അമ്മ എന്ന് പറയായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. വാ നമുക്ക് പോവാ, ഞാൻ വിളിച്ചായിരുന്നു ഫങ്ഷൻ മാരേജ്. എൻ്റെ മമ്മി ആരാ? എൻ്റെ ഡാഡിക്കാറ്. ഡാഡി പറയായിരുന്നു. ഹീറോയുടെ ഡാഡി പറയായിരുന്നു. എൻ്റെ ബോസിൻ്റെ മകനക്കാ മാരേജ്, 2 പേർക്കാണ് മാരേജ് എന്ന് പറയുന്നു. എന്ത് ബോസിനും അവനാ? അതെ, പറയാൻ പറന്നുപോയി. അതെ, ചങ്കുക്കും ജിമ്മിൻ
ജങ്കുക്ക് ജിമിൻ പറഞ്ഞ രണ്ടുപേർ ചേട്ടൻ അനിയൻ അത് പറഞ്ഞായിരുന്നു ഓൾറെഡി. അവർ പറഞ്ഞ ഒരേ ഫാമിലീസാണ്. അങ്ങനെയായിട്ട് ഇപ്പം മാരേജ് പറഞ്ഞ ജങ്കുക്ക് ജിമിനിക്കാണ് മാരേജ്. അത് പാവ ഹീറോയ്ക്കായിട്ടായിരുന്നു. ഹീറോയി പാവ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അവരുടെ ഡാഡി CEO ആണ്, കമ്പനി CEO. അതുപോലെ ജിന്ന് പറഞ്ഞ ഇവരെ ചേട്ടനാണ്. ജിമ്മിനിക്ക് ജങ്കുക്കാണ് മാരേജ്. ജങ്കുക്ക് ജിമ്മിന് ഓക്കെ എന്ന് പറയായിരുന്നു മാരേജ്. അവർ റെഡി ആയിരുന്നു. പിന്നെ ഹീറോയി വന്നിട്ട് വാവ് അങ്ങനെ പോസ്റ്റ് യഥാർത്ഥതൊക്കെ ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെനിക്ക് ഹീറോയി ഷോക്കായിട്ട് എന്താടി പറ്റി അങ്ങോട്ട് നോക്കി. രണ്ടുപേർക്കും മാരേജ്. ഹീറോയുടെ വീട് ചേഞ്ച് ആയി. പാവ ഹീറോയി ചെറിയാണ് ഇവർക്ക് മാരേജ് ആയെന്ന് പറഞ്ഞു. ഹീറോയുടെ വീട് സാഡായിരുന്നു. എന്താ മോളെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, ഇപ്പം എന്താ സാഡായ? ഒന്നില്ലമ്മ. ഇത് കണ്ടിട്ട് ഹീറോയി സാഡായിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ ജങ്കുക്ക് മണ്ഡപത്തിലിരുന്നായിരുന്നു ഹീറോയി. അത് കണ്ടിട്ട് മനസ്സുള്ളിൽ കരയായിരുന്നു. പാവം ഇതല്ലേ എങ്ങനെ പുറത്ത് കാട്ടാൻ, മനസ്സുള്ളിൽ കരയായിരുന്നു. സാഡായിരുന്നു. പോയി ഹീറോയി സാഡായതുകൊണ്ട് ഹാപ്പിയായ സാഡായ ഐസ്ക്രീം തിന്നു. അതുമാത്രം ഐസ്ക്രീം തിന്നായിരുന്നു ഹീറോയി. ജിമ്മിനും ജങ്കുക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ മണ്ഡപത്തിലിരുന്നു. അവർക്ക് മമ്മിക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഫ്രണ്ടിനെ മോക്കും മാരേജാണ്. ഡാഡിയുടെ ഫ്രണ്ടിനും മമ്മിയുടെ ഫ്രണ്ടിൻ്റെ ജിമ്മിനിക്ക് പറഞ്ഞു മമ്മീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകളാണ്. മൂന്നാമത്തെ മകൾ അത് ജങ്കുക്കും അതെ ഡാഡീൻ്റെ ഫ്രണ്ട് മമ്മിയുടെ ഡാഡി ഫ്രണ്ട് ഓരോ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് മാരേജ് കഴിപ്പിക്കാതെ രണ്ട് ഗേൾസ് ഫ്രണ്ട്സ് അതുകൊണ്ട് മാരേജ് കഴിക്കാൻ ഞങ്ങൾക്ക് ജിമ്മിനിക്കും വീട് ഒരു മാത്രമായിരുന്നു. അങ്ങനെ മാരേജൊക്കെ പെണ്ണിനെ വിളിച്ചായിരുന്നു. അങ്ങനെയായിട്ട് പെണ്ണ് വരാൻ വിളിച്ചായിരുന്നു. അങ്ങനെയായിട്ട് പെണ്ണിനെ വിളിക്കായിരുന്നു. അങ്ങനെയായിട്ട് പെണ്ണ് വന്നായിരുന്നു. പെണ്ണ് വന്ന് മണ്ഡപത്തിൽ മണ്ഡപത്തിൽ രണ്ട് ഗേൾസ് ഇരുന്നായിരുന്നു. അങ്ങനെ ചടങ്ങ് നടക്കും, മാരേജ് നടക്കാൻ പോകുമായിരുന്നു. അങ്ങനെ രണ്ട് ബോയ്സോട് സാഡായിട്ട് ഇരുന്നായിരുന്നു. രണ്ട് ബോയ്സോട് സാഡായിട്ട് അവിടെ താഴെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് താലി കെട്ടാൻ പോകുമ്പോൾ ആ രണ്ട് ഗേൾസും മയങ്ങി വീണായിരുന്നു. അങ്ങനെ ഡോക്ടർക്ക് താലി കെട്ടി നിന്നായിരുന്നു. എന്ത് മയങ്ങി വീണത് താലി നിപ്പിച്ചായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഓടി വന്നു. എന്ത് പറ്റിയെന്ന് ഡോക്ടർ വിളിക്കാന്ന്. അങ്ങനെ ഡോക്ടർ ഷുഗർ വന്നായിരുന്നു. ഷുഗർ ചെക്ക് ചെയ്ത് പ്രഗ്നൻ്റ് ആണ്.